ഒരു സ്വരം എൻ്റെ ചെവിയിൽ വന്ന് പതിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെയൊക്കെ എൻട്രൻസ് സോങ് ആയിട്ട് നമ്മൾ പാടുന്നൊരു പാട്ട് അത് സ്വരമായി ചെവിയിൽ വന്ന് പതിക്കുക. അൽത്താരയിൽ അനുതാപമോടെ ബലിയേകീടാകണോ, അനുതാപത്തോടെ വേണം വിശുദ്ധ ബലി അർപ്പിക്കും. പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു ബോധ്യം, അല്ലെങ്കിൽ ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് ആ ബലി സ്വീകാര്യമായി തീരാനായിട്ട് ഉണ്ടാകേണ്ട ഒരു കണ്ടീഷൻ, ഒരു വ്യവസ്ഥ ഇതാണ്. നമുക്ക് അനുതാപം ഉണ്ടാവണം. അനുതാപം, പാപബോധം, പശ്ചാത്താപം. ഞാനൊരു പാപിയാണെന്നുള്ളൊരു ബോധം. മറ്റുള്ളവരൊക്കെ എന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠരാണ്. ഞാനാണ് ഈ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ പാപി. ഞാനാണ് ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയ പാപി. ഞാനാണ് എൻ്റെ ഇടവകയിലെ രൂപതയിലെ ഏറ്റവും വലിയ പാപി. ഞാനൊരു പാപിയാണ്. ഇങ്ങനൊരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോഴും പ്രാർത്ഥിക്കാൻ വരുമ്പോഴും ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകേണ്ട ഒരു മെൻറ്റാലിറ്റിയാണിത്. മറ്റുള്ളവരൊക്കെ പുച്ഛിച്ചോ കളിയാക്കിയിട്ടോ മറ്റുള്ളവരൊക്കെ മെച്ചപ്പെട്ടവളാണെന്നുള്ള ചിന്താഗതിയോടെയല്ല നമ്മൾ ധ്യാനിക്കാനോ പ്രാർത്ഥിക്കാനോ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകുത്താനോ കുർബാന അർപ്പിക്കാനോ വരേണ്ടത്. അനുതാപം. ഈ അനുതാപം വന്നു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്നറിയോ? അത് എളിമപ്പെടലാണതേ. അപ്പോൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റുകയാണ്. എത്ര വലിയ ദ്രോഹം ചെയ്തവരോടും ക്ഷമിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക കൃപ നമുക്ക് ലഭിക്കുക. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ ഈശോയെ കുരിശ് തറയ്ക്കുന്ന സംഭവം. ഈശോയെ കുരിശ് തറയ്ക്കാന്ന് വെച്ചാൽ എന്താ? ബലിയർപ്പണം. യേശുവിൻ്റെ ബലിയർപ്പണത്തിൻ്റെ മൂർധന്യ അവസ്ഥ അല്ലേ, അതിൻ്റെ പീക്ക് ടൈമാണ്. ഈശോൻ്റെ ജീവിതമാണ് ബലി കേട്ടോ. ഈ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ആ ഓർമ്മകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കടന്നു പോകേണ്ടത്? അനുതാപത്തോടെ, പശ്ചാത്താപത്തോടെ, കർത്താവ് ഞാനൊരു ഭാവിയാണെന്നുള്ള ബോധത്തോടെ നമ്മുടെ പാപാവസ്ഥകളെല്ലാം ഈ അപ്പത്തോടും ഇഞ്ഞിനോട് ചേർത്ത് സമർപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങളും സമർപ്പിക്കാം. എല്ലാം സമർപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു നോക്കിയാൽ മഹാത്ഭുതങ്ങൾ സംഭവിക്കും. അതിന് അത്രമാത്രം അനുഗ്രഹമാണ് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുക. ഈ അനുതാപത്തോടെ ബലിയർപ്പിക്കുമ്പോൾ ഗുണം എന്താണെന്നറിയോ? ശരിക്കും നമ്മുടെ പാപങ്ങൾ നമുക്ക് ഓർമ്മ വരികയാണ്. ഈ പാപങ്ങൾ ഓർമ്മ വരുമ്പോൾ നമ്മുടെ ശത്രുക്കളോട് ക്ഷമിക്കാനുള്ള കൃപ, സ്നേഹിക്കാനുള്ള കൃപ, മാപ്പ് ചോദിക്കാനുള്ള കൃപ, സംസാരിക്കാത്തവരായിട്ട് സംസാരിക്കാനുള്ള കൃപ, വിട്ടുകൊടുക്കാനുള്ള കൃപ, എളിമപ്പെടാനുള്ള കൃപ, എന്തോ ഈശോയ്ക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള കൃപ, വിമർശനം, എപ്പോഴും വായിരത്തെ തെറി പറയുന്ന സ്വഭാവം, മറ്റുള്ളവരുടെ മുറിപ്പെടുന്ന സ്വഭാവം, ഇങ്ങനെ എന്തെല്ലാം മേഖലയെന്നാണ് വിടുതൽ കിട്ടാമെന്നറിയാം. ദൈവത്തിൻ്റെ അതിഭയങ്കരമായ അഭിഷേകമാണ് കർത്താവ് നമ്മുടെ മേൽ വർഷിക്കുക. സങ്കീർത്തനം 51:17 ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കില്ല. അപ്പോൾ നുറുങ്ങിയ ഹൃദയത്തോടെ ഞാനൊരു പാപിയാണ് കർത്താവേ, എൻ്റെ വിഷമങ്ങൾ, വേദനകൾ, ബലഹീനതകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് നീ ആ ബലിയിലൊന്ന് പങ്കെടുത്ത് നോക്കിയേ. അങ്ങനെ സമർപ്പിച്ച് അപ്പത്തോട് പിന്നോട് ചേർത്ത് അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ കുർബാനയിൽ സമർപ്പിക്കുന്നതെല്ലാം ദൈവം നിനക്ക് സാധിച്ചു തരും.